പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ സുഗതൻ അവർകളെ, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ മൊയ്തു സാഹിബ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വായനശാല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിഗംഭീരമായി നടന്നുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. ഇടയ്ക്ക് വെച്ച് അത് ഇത്തിരി മൂല്യശോഷണം സംഭവിക്കുകയും വേണ്ട രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ആളുകളുടെയും സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വായനശാല പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലൊരു പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള സുഗതൻ സാറിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പായി മൊയ്തു സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. അപ്പം എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. വായിച്ച് വളരണം. പണ്ട് നമ്മൾ കുഞ്ഞിനിവാസ് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരിക. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് കുഞ്ഞിനിമാഷ് പറഞ്ഞത്. അപ്പം നിങ്ങളാരും വളയേണ്ടവരല്ല, എല്ലാവരും വിളയേണ്ടവരാണ്. അപ്പം കുട്ടികളോടാണ്, ഈ കുട്ടികളോട് മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ടി വി മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം കുട്ടികൾക്ക് വായന ഇല്ല. അപ്പോൾ വായനാശീലം നന്നായിട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു കാര്യങ്ങൾ കേൾക്കണം. 1,00,000 റുപ്യേൻ്റെ പുസ്തകമാണ് നമ്മുടെ മന്മഥൻ പബ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിരിക്കണേ. 1,00,000 റുപ്യേൻ്റെ. അത് മനസ്സിലാക്കണം. കാരണം നമ്മളെ നാട്ടിൽ കുട്ടികളെ മനസ്സിലാക്കണം. കാരണം ഇത്രയും പുസ്തകങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. അത് നിങ്ങൾ വന്ന് വായിക്കേണ്ടതാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്ക് ഞാൻ അഭിമാനിക്കുകയാണ്. ഇനി ഈ വായനശാലയുടെ ഉദ്ഘാടനത്തിനായിട്ട് സുഗതൻ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. വായനശാലകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ വളരെ സന്തോഷത്തോടെ ഞാൻ എത്തിച്ചേർന്നത്. ഞാൻ വന്ന വഴിക്ക് തന്നെ നവീകരിച്ച നമ്മുടെ വായനശാല സന്ദർശിക്കുകയുണ്ടായി. അവിടെ അടുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിലേക്ക് ഞാനൊന്ന് നോക്കി. മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ പ്രഗത്ഭരായ ഒരു സാഹിത്യകാരന്മാരുടെയും കൃതികൾ ഞാൻ അവിടെ കണ്ടില്ല. മറിച്ച് പുതിയ പുതിയ സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിലും വളർന്നു വരുന്ന ഒരുപാട് സാഹിത്യകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുസ്തകങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു. അത് നിവർത്തി നോക്കി ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ പേര് കേട്ട് തന്നെ അത്ഭുതമാണ്. സോളമന്റെ ഭാര്യ എൻ്റെ കാബൂകി. നല്ല സാഹിത്യ സൃഷ്ടി. ഒരു വേട്ടക്കാരൻ്റെ ആത്മകഥ, അത് പിന്നെയും സഹിക്കാം. സാമ്പാറിൻ്റെ അത്ഭുതത്തോടെ ഞാൻ ഓരോ പേജ് നിവർത്തി നോക്കിയപ്പോൾ ആ പേജ് മുഴുവൻ വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്ക് വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങളെ മലിനമാക്കിയിരിക്കുകയാണ്. ഈ പുതിയ സാഹിത്യകാരന്മാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവർക്ക് അവരുടേതായ വാസനകളെ പുസ്തകത്തിലേക്ക് പകർത്തുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട്. കാശുണ്ടെങ്കിൽ അത് അച്ചടിച്ച് മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നത് പ്രസാധകരെയാണ്. മറിമായം